പീരുമേട് പഞ്ചായത്തിലെ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യത്തിനെതിരെ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പീരുമേട് RRT ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ സമരം ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കഴിഞ്ഞ ഒരു മാസമായി പീരുമേട് ടൗൺ തോട്ടാപ്പുര ഗസ്റ്റ് ഹൌസ് ഭാഗം, മര്യാഗിരി സ്കൂൾ ജംഗ്ഷൻ, തട്ടാത്തിക്കാനം, പ്ലാക്കത്തടം, ഗ്ലെൻമേരി, ബദൽ തോട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ മുൻപുണ്ടാകാത്ത നിലയിൽ കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുകയും ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ്. കാട്ടാന വനപ്രദേശത്ത് നിന്നും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത മുറിച്ചു കടന്ന ജനവാസ മേഖലയിൽ ഇറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മര്യാഗിരി സ്കൂളിന് സമീപമെത്തിയ കാട്ടാന വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായിരുന്നു. കുട്ടികൾ ജീവനും കൊണ്ട് പാഞ്ഞു പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് RRT ഓഫീസിലേക്ക് ഉപരോധം സംഘടിപ്പിച്ചത്. പീരുമേട് RRT ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, കൂടുതൽ വാഹനങ്ങൾ അനുവദിക്കുക, പീരുമേട്ടിലെ ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിരിക്കുന്ന ഒറ്റയാൻ ആനയെ മയക്കി തേക്കടി വനത്തിൽ കൊണ്ടുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. പീരുമേട് ടൗണിൽ നിന്നും പ്രകടനമായി RRT ഓഫീസിലെത്തിയ സമരം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട പീരുമേട് DYSP ആവശ്യപ്പെട്ടതിന്റെയും DFO ഇടപെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സമരത്തിൽ ഇപ്പോൾ ഇവിടെ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ഭേദഗതി പൂർണ്ണമായി ഉപരോധിക്കാതെ ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കൂടി സമരം ക്രമീകരിച്ചത്. CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു, കർഷക സംഘടന ഏരിയ പ്രസിഡന്റ് YM ബെന്നി, പീരുമേട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS പ്രസന്നൻ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ CR സോമൻ, PA ജേക്കബ്, KB സിജിമോൻ, V. ഷൈജൻ, TK മോഹനൻ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പീരുമേട്.